42. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ്. കൂടുതൽ കണക്ഷനും കോഡുകളും ഒന്നും പറയാനായിട്ട് പറ്റൂല. ക്ലൈമറ്റ് ചേഞ്ച് എല്ലാവരും പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ 3 പൊസിഷനിൽ ആരും തന്നെ ഇല്ല. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിച്ച ഒരു ടോപ്പിക്കാണ് ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് എടുക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായിട്ടും 13 ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 1ാം സ്ഥാനം 2023-24 2023-24 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം അല്ലെങ്കിൽ 1ാമത് നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 134 ആണ്. ഇന്ത്യയുടെ സ്ഥാനം 134 ആണ്. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2023-24 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134. 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2024 വന്നിട്ടില്ല, 2023 വന്നിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെ നമുക്ക് പഠിക്കാം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023. 1ാം സ്ഥാനം ബെലാറസ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 111 എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 111. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 1ാം സ്ഥാനത്ത് ആരാണ്? ബെലാറസ് ആണ് കേട്ടോ. 1ാം സ്ഥാനം ബെലാറസ് ആണ്. അപ്പൊ നല്ല ബലമുള്ളവർക്ക് എന്താണ്? നല്ല ആഹാരം കഴിക്കുന്നവർക്കാണ് ബലമുള്ളത്. അപ്പൊ ഹങ്കർ ഇല്ലാത്ത, പട്ടിണി ഇല്ലാത്ത ആൾക്കാർക്കാണ് ബലം ഉള്ളതെന്ന് ഓർത്താൽ മതി. അപ്പൊ 1ാം സ്ഥാനത്ത് ബെലാറസ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 111. ഓക്കെ, ഇനി ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024 പ്രകാരം 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. 1ാം സ്ഥാനം ആർക്കാണ്? സ്വിറ്റ്സർലൻഡിനാണ്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനാണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിലും 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 42 ആണ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ്. കൂടുതൽ കണക്ഷനും കോഡുകളും ഒന്നും പറയാനായിട്ട് പറ്റൂല. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞങ്ങ് പഠിക്കുക കേട്ടോ. അപ്പം ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024 പ്രകാരം 1ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 42ാം സ്ഥാനമാണ്. ഇതിനു മുമ്പ് 40ാം സ്ഥാനമായിരുന്നു, അതിപ്പോ മാറി 42 ആയിട്ടുണ്ട് കേട്ടോ. ഇനി കറപ്ഷൻ, അഴിമതി അല്ലെ, കറപ്ഷൻ ഇൻഡെക്സ് 2023 ആണ്, 24 വന്നിട്ടില്ല. അപ്പൊ 23 പ്രകാരം കറപ്ഷൻ ഇൻഡെക്സ്, നമ്മുടെ അഴിമതി കറപ്ഷൻ ഇൻഡെക്സ് 2023 പ്രകാരം 1ാം സ്ഥാനം, അതായത് ഏറ്റവും അഴിമതി കുറവുള്ള രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. 1ാം സ്ഥാനമായിട്ട് എടുക്കുന്നത് അഴിമതി കുറവിന്റെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടുതൽ അഴിമതി എന്നല്ല, അഴിമതി രഹിതമായിട്ടുള്ള സ്ഥലമാണ് നോക്കുന്നത്. അപ്പൊ ഏറ്റവും കുറവ് അഴിമതി ഡെൻമാർക്കിലാണ്. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 93ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ സ്ഥാനം 93. അപ്പൊ നമ്മുടെ കറപ്ഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 93. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2023-24 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 134. ഓക്കെ, ഇനി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 111. ഇനി ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 42. കറപ്ഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 93. ഓക്കെ അല്ലേ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 1ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. ഗ്ലോബൽ ഹങ്കർ എന്ന് പറഞ്ഞാൽ പട്ടിണി ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് നല്ല ബലമുള്ള ആൾക്കാരുള്ളത്. അപ്പൊ 1ാം സ്ഥാനം ബെലാറസ് ആണ്. ഓക്കെ, ഇനി കറപ്ഷൻ എന്താണ്? കറപ്ഷൻ ഇൻഡെക്സ് 1ാം സ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും കുറവുള്ളത് ഇവിടെ ഏറ്റവും കുറവ് കറപ്ഷൻ ഡെൻമാർക്കിലാണ്. ഓക്കെ, ഡെൻമാർക്കിലാണ്. ഓക്കെ, അടുത്തത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആണ്. ഗ്ലോബൽ പീസ്, ലോക സമാധാന സൂചിക 2024 പ്രകാരം 1ാം സ്ഥാനത്തുള്ളത് ഐലൻഡ് ആണ്. 116ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഈ ചൂടന്മാര്, നമ്മൾ പറയത്തില്ലേ ഇയാള് ഭയങ്കര ചൂടനാണ് എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഭയങ്കര വയലൻസ് ഉള്ള ആളാണ് അല്ലെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? തണുപ്പൻ മട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം മട്ടാണ് അല്ലെ. എത്ര എന്താണ് നമ്മുടെ ചെകിട് തൊട്ടൊന്ന് കൊടുത്താൽ പോലും തിരിച്ച് റിയാക്ട് ചെയ്യാത്ത ആൾക്കാരല്ലേ നമ്മൾ തണുപ്പന്മാരെന്ന് പറയുന്നത്. അപ്പൊ തണുപ്പ്, ഐസ് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് സമാധാന സൂചികയിൽ 1ാം സ്ഥാനം
ഐലൻഡ് ആണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116 പഠിച്ചു വെച്ചേക്കുക. അടുത്ത ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024, അതായത് ലിംഗസമത്വ സൂചിക. അപ്പൊ നിങ്ങൾ അന്ന് ആലോചിച്ചേക്ക്, ലിംഗസമത്വം, ഇപ്പൊ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും തുല്യ സമത്വമാണെങ്കിൽ അവിടെ വഴക്കുണ്ടാവോ? നമ്മുടെ ഫാദറും മദറും ഒരേ തുല്യ സമത്വം ഉള്ളതാണ്, രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ വലിയ അടി ഉണ്ടാവില്ല. എന്നാൽ ഒരാളുടെ മണ്ടയിൽ മറ്റൊരാൾ മേൽക്കോയ്മ വയ്ക്കുമ്പോഴാ അവിടെ അടി ഉണ്ടാവും, അവിടെ സമാധാനം നഷ്ടപ്പെടും അല്ലെ. അപ്പൊ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ആര് തന്നെയാണ്? ആരാണ്? ഐലൻഡ് ആണ്. അപ്പൊ അവിടെ ജെൻഡർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് സമാധാനം കിട്ടിയത് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താണ്? ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2024 1ാം സ്ഥാനം ഐലൻഡ് ആണ്. നമ്മുടെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ആരാണ്? ഐലൻഡ് ആണ്. നമ്മുടെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 129 ആണ്. 2023 127 ആയിരുന്നു. പക്ഷെ ഇപ്പൊ എത്രയായി? ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ്? ഇംപ്രൂവ് ചെയ്തോ? നമ്മൾ താഴോട്ടാണ്, 129 ആണ് നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. നമ്മുടെ ഇന്ത്യ താഴേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ 129 ആണ് ഇന്ത്യയുടെ റാങ്ക്. അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് നമ്മുടെ എന്താണ്? ഫസ്റ്റ് 3 പൊസിഷനിൽ ആരും തന്നെ ഇല്ല. ക്ലൈമറ്റ് ചേഞ്ച്, എല്ലാവരും പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ 3 പൊസിഷനിൽ ആരും തന്നെ ഇല്ല. എന്നാൽ 4ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ഡെൻമാർക്ക് ഉണ്ട് കേട്ടോ. ഡെൻമാർക്ക് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചല്ലോ. കറപ്ഷൻ ഇൻഡെക്സ് ഏറ്റവും കുറവ് എവിടെയാണ്? ഡെൻമാർക്കിലാണ്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ക്ലൈമറ്റിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കുറവ് ഇവിടെ തന്നെയാണ്, ഡെൻമാർക്കിലാണ് കേട്ടോ. അപ്പൊ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 4ാം സ്ഥാനത്ത് ആരാണ്? ഡെൻമാർക്കാണ്. ഇന്ത്യ ഏത് സ്ഥാനത്താണ്? 7ാമത്തെ പൊസിഷനാണ്. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഡെൻമാർക്ക്. പിന്നെ ഏതാണ്? 7ാമത്തെ പൊസിഷനിൽ നമ്മുടെ ഇന്ത്യയും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഹാപ്പിനെസ് ഇൻഡെക്സ് 2024 1ാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ്. നമ്മൾ പറയത്തില്ലേ, നമുക്ക് ഹാപ്പി ആണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഫൈൻ എന്ന് പറയത്തില്ലേ. നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഫൈൻ എന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ്? ഹാപ്പിനെസ് ഇൻഡെക്സ് 2024 1ാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ സ്ഥാനം 126 കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 126. ഇനി പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2024 1ാം സ്ഥാനത്ത് നോർവേ ആണ് കേട്ടോ. 1ാം സ്ഥാനത്ത് നോർവേ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 159. ഓക്കെ, അപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സ് ഫിൻലൻഡ് ആണ് 1ാം സ്ഥാനം, ഇന്ത്യയുടെ സ്ഥാനം 126. പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 1ാം സ്ഥാനം നോർവേ ആണ്. അടുത്ത ഏതാണ്? ഇന്ത്യയുടെ സ്ഥാനം 159 സ്ഥാനമാണ്. ഇനി എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിലെ 1ാം സ്ഥാനം ആരാണ്? സിംഗപ്പൂർ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. നോക്കി, ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126, എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിലും എന്താണ്? ഇന്ത്യയുടെ സ്ഥാനം 126. നമ്മുടെയൊക്കെ സാമ്പത്തികമായിട്ട് നമ്മുടെ സ്ഥാനം എന്താണ്? 126 ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഹാപ്പിനെസ് ഇൻഡെക്സിലും എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിലും ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 1ാം സ്ഥാനത്ത് USA ആണ്. 42ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 1ാം സ്ഥാനം USA ആണ്. 42ാം സ്ഥാനം ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 1ാം സ്ഥാനം ഫിൻലൻഡ് ആണ്. നല്ല ഡെവലപ്മെന്റ് ഉണ്ടായത് കൊണ്ടാണ് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സ് 1ാം സ്ഥാനം ഫിൻലൻഡ് ആണ്. അപ്പൊ എന്താണ്? നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ആരാണ്? ഫിൻലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 109. ഓക്കെ, ഇനി എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് എൻവയോൺമെന്റ് ആയിട്ട് ഈ തന്നെ തുടങ്ങുക. ഏതാണ്? എസ്റ്റോണിയ ആണ് 1ാം സ്ഥാനത്ത്. എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് 2024 1ാം സ്ഥാനം ആരാണ്? എസ്റ്റോണിയ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 176. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 42. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 109. എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 176. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഏതാ നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126. എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 159.
9. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഏതാണ്? നമ്മുടെ ഗ്ലോബൽ പീസ് അല്ലേ, സമാധാനം. നമ്മുടെ ലോക സമാധാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 116 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 129 നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ഓക്കെ. ഇനി അടുത്ത നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 134 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 അവിടെ മാറ്റമുണ്ട്, 2023 ഇവിടെ 23 നോക്കിയേക്കണം കേട്ടോ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 111 കറപ്ഷൻ ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം 93 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 42 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 42 ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര തന്നെയാണ്? 42 ചില സ്ഥലങ്ങളിൽ സമാനതയുണ്ട്, അത് ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.